ഇന്നൊരു സൺഡേ അല്ലേ, അപ്പം ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ എന്ന്. വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ചെറിയ മിസ്റ്റേക്കൊക്കെ കാണും. കുഞ്ഞനെ ഓണം സെലിബ്രേഷനായി 29-ാം തീയതി. അപ്പം ഞങ്ങൾ അവൾക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോകാമെന്ന് കരുതി. ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പോവാം, പോയി ചെരുപ്പിട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അതേ അച്ഛൻ മോളും കൂടെ കൈ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ആ വെയിലത്തേക്കടെ. കുറച്ച് വെയിലുണ്ട്, നടക്കാൻ കുറച്ച് വെയിലല്ല, നന്നായിട്ട് വെയിലുണ്ട്. അപ്പൊ ഞങ്ങള് കൊടയൊക്കെ ചൂടി വരാന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലല്ലേ. എന്തേ ആ ബോർഡൊക്കെ ഇരിക്കണേ അവിടെ വരെ ഉണ്ട് കട എത്താനായിട്ട്. അപ്പൊ ആ പയ്യെ നടക്കാം. നടക്കണ വഴിക്കേ ഒരു വീട്ടിൽ കുറെ പൂവുണ്ടേ. അങ്ങോട്ട് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ നിൽക്കണേ. നല്ല രസമുണ്ട്. ഓണം ടൈമായി ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയതിന് ഊനൂസിൻ്റെ അളവൊക്കെ ചേച്ചി എടുത്തു കേട്ടോ. എങ്ങനെ തയ്പ്പിക്കണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി ഞാനോട് സംസാരിച്ച് ഒരു രീതിക്ക് എത്തി. ഇതേ അപ്പുറത്തെ റൂമിൽ തന്നെ ആ ചേച്ചിയുടെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ അജിറക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫ്രോക്ക് നൈറ്റീസൊക്കെ തയ്ച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ആ ചേച്ചി തയ്ച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഈ പൂ പണ്ട് എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു തവണ വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി നിറഞ്ഞ് വളരും. അതാണ് ഞാനീ പറയുന്നത്. തിരിച്ചു പോയപ്പോൾ ന്യൂനൂസിന് കാല് വേദന എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എടുത്തോണ്ട് പോകുന്ന കേട്ടേ കാണുന്നത്. നമുക്കേ റംബുട്ടാൻ പഴുത്തോന്ന് പോയി നോക്കാം. പഴുത്തെങ്കിൽ പറിക്കാം. കുറച്ച് പഴുത്തൂന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി, നോക്കാൻ പോകും. ശരിക്കും പഴുത്തില്ല. ശരിക്കും പഴുത്തില്ല. കുറച്ചുകൂടെ ആവാണ്ട്. ഒരെണ്ണം പറിച്ചു നോക്കാം അല്ലേ. ഒരെണ്ണം പറിക്കാം. നോക്കാം എങ്ങനെയുണ്ട്. മധുരമായിട്ട് മധുരമായി. കുഞ്ഞിന് കൊടുക്കാം. ഇതും കൂടെ പറിക്കാം. ഇതൊരെണ്ണം കൂടെ പറിച്ചു നോക്കാം. ശരിക്കും പഴുത്തിട്ടില്ലെങ്കിലും മധുരമായി. ഇതേ ഒരുപാട് പഴുത്തിട്ടില്ലെങ്കിലും നല്ല മധുരമുണ്ട്. ഒട്ടും പുളിയില്ല കേട്ടോ. ഇത് ബഡ്ഡടാ. ഇതേ എന്റെ തൊലി ഇങ്ങനെ ഇട്ടുവനുണ്ട്. സൂപ്പറാണ്. മധുരമുണ്ടോ? അത് ശരിക്കും പഴുത്തട്ടെ, എന്നിട്ട് ബാലൻസ് നമുക്ക് പറിക്കാം. കുറച്ചുകൂടെ പഴുത്ത് കഴിയുമ്പോ ഇതിലും നല്ല മധുരമായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെ പണിക്ക് പോയിട്ട് ഞായറാഴ്ച വീട്ടിലെ പണിയും കൂടെ ചെയ്തു തരുന്ന ഭർത്താവ്. അല്ലേ? അതേ പാത്രമൊന്നുമില്ല, കുറച്ച് പാത്രമുള്ളൂ. എന്നും ഷോർട്സ് ഇടുമ്പോൾ ഞാനല്ലേ പാത്രം കഴുകണ ഇടാറ്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും വേറെ ആളായിക്കോട്ടെ. ഭയങ്കര വെയിലാട്ടോ. ഇത് കണ്ടോ, ഇത് വെയില. തുണിയൊക്കെ ഉണങ്ങാനായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട്. മഴ എപ്പോഴാ വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ വാഷിംഗ് മെഷീനാണ്, ഡിഷ് വാഷറാണ് എല്ലാ ആള്.
അല്ലേ? ചിരിക്കില്ലെങ്കിൽ ആൾക്കാർ വിചാരിച്ചാൽ തന്നെ അടിച്ച് ചെയ്യിപ്പിക്കണേന്ന്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി. ആ കണ്ണ് തുണി മൊത്തം കഴുകിയിട്ട് ഇപ്പോൾ പാത്രവും കഴുകി തുണി തയ്ക്കാൻ കൊടുക്കാൻ വന്നു. പാവം മടുത്തു പോയി അല്ലേ? വിശക്കുണ്ടോ? ഞാൻ ചോറിനാൻ പോവാ. ചോറ് കഴിക്കട്ടെ. ചോറ് തന്നെ കറിയെന്നറിയോ? സൺഡേ ആയിട്ട് സ്പെഷ്യലൊന്നുമില്ല, ഞങ്ങൾ കടലക്കറിയാണ്. ഇതാരുണ്ടാക്കിയ കടലക്കറിയാ? ഞാൻ. നമ്മൾ കുറച്ച് പയറ് പാകിയിട്ടുണ്ടായിരുന്നേ, അപ്പം അതിന് പന്തലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ പയറ് വന്നേണ്ട കേട്ടോ, കുറച്ചൊക്കെ. ഇത് കുറച്ചല്ല, ഒരു പയറ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ കുറച്ച് ബാലൻസ് കല്ലായിട്ട് പോലെ കിടന്നായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടക്കകത്തിട്ട് മുളപ്പിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ഇങ്ങോട്ടാക്കി. അപ്പോൾ വേറെ എവിടെയും വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, അങ്ങനെ പന്തലിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ചയല്ലേ, അപ്പം ഇതിന് പന്തലിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ചുമ്മാ പോവുകയും ചെയ്യും. അപ്പം ഈ ശകലം ഉള്ളൂ, പക്ഷെ അത് പിടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അങ്ങനെ മുളപ്പിച്ചിട്ട് നോക്കാം. പിന്നെ പന്തലിട്ട് കൊടുത്താൽ ചിലപ്പോൾ പടർന്ന് വേറെ കുറച്ചുകൂടെ പയർ കിട്ടിയാലോ, അല്ലേ? അല്ലേ ബേബി? കണ്ടോ പയറുണ്ടായി. ചെറിയതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാനില്ലല്ലോ എവിടെ. ആദ്യം കുറച്ച് കെട്ടിയിട്ടിട്ട് ആദ്യം അത് പടർത്തി വിടാം, എന്നിട്ട് പടരണ അനുസരിച്ച് നമുക്ക് കൂടുതൽ കെട്ടാന്നാണ് ഇപ്പം തീരുമാനിച്ചേക്കണേ, അല്ലേ ബേബി? നോക്കാം, ഇത് സക്സസ് ആവുകയാണെങ്കിൽ അടുത്തത് എന്തെങ്കിലും ചെയ്ത് നോക്കാം. എന്തൊരു വെയിലല്ലേ? കാറ്റുണ്ടോ കുഞ്ഞാ? നല്ല വെയിലുണ്ട്, നല്ല കാറ്റുമുണ്ട്. നല്ല വെയിൽ, നല്ല വെയിൽ. സൂര്യൻ കറക്റ്റ് മുഖത്തേക്ക് അടിച്ചോണ്ടിരിക്കണം. അത് വെയിലായതുകൊണ്ട് അത് വെള്ളം ഒഴിക്കുമ്പോൾ ശരിയായിക്കോ. ഇത് ഇപ്പം ഇത്ര ആട്ടോ കെട്ടിക്കൊടുത്താണ്. അപ്പോൾ ഓക്കെ. ഇത് കണ്ട എൻ്റെ ചെടികൾ, ബോൾസ്. ഇത് വഴിയിലൊന്ന് ബോൾസ് ഞാൻ ബേബിനെ കൊണ്ട് പറിച്ച് കൊണ്ടുവന്ന് നട്ടതാട്ടോ. ഇപ്പം എന്തോരം പോവാ നോക്കിയേ, നല്ല പോവാ. പക്ഷെ ഈ വെയിൽ വരുമ്പോൾ ഇതിങ്ങനെ വാടി വെക്കും. പിന്നെ 10 മണി ചെടി, 10 മണിയാണ് കൂടുതൽ. നേരത്തെ എനിക്ക് കുറേ റോസ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും. അപ്പം ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്യണതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നം, ചെറിയതല്ല വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇനി അത് പരിഹരിച്ചു പോവാല്ലേ? പരിഹരിക്കാം. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.